രാവിലത്തേക്ക് എന്തുണ്ടാക്കണമെന്ന് ഞാൻ തലേദിവസം രാത്രി പ്ലാൻ ചെയ്ത് വെക്കും. അങ്ങനത്തെ എൻ്റെ പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ട് ഞാൻ ഇന്നലെ രാത്രി ചിക്കൻ കറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞങ്ങൾ ചിക്കൻ കറിക്കകത്ത് കിഴങ്ങിടും കേട്ടോ. അത് എനിക്കും ചേട്ടായിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കിഴങ്ങ് തീർന്ന കാരണം ചേട്ടായി ഇന്നലെ രാത്രി വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് രാവിലെ ഞാൻ ആ കിഴങ്ങ് പുഴുങ്ങി ചിക്കനകത്തോട്ടിട്ട് കറിയൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ ചായയെന്നൊക്കെ വിട്ടുപിടിച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചുക്കാപ്പി രാവിലെ കുടിക്കുന്നത്. ഡെയിലി തൊണ്ടവേദനയാണ്. പൊന്നുസിന് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചോളം പുഴുങ്ങി കൊടുത്തു വിടാമെന്ന് ഓർത്തു. ഡെയിലി എന്തോ കൊടുത്തു പറഞ്ഞാൽ ഡെയിലി എന്തെങ്കിലും കഴിയുമ്പോൾ നമുക്ക് പിള്ളേർക്ക് തന്നെ പിന്നെ കഴിക്കാൻ മടുക്കും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി പിടിക്കണേ കേട്ടോ. നമ്മളിങ്ങനെ പൊറോട്ട മേടിച്ചുണ്ടാക്കുമ്പോൾ അത്ര നല്ല മയമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഇടിച്ചും പരത്തിയും ഒക്കെ വെച്ചു. എങ്കിലും അതിങ്ങനെ ഒരുമാതിരി കടിച്ചു പറിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പോഴത്തേക്കും ചോളമൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടർത്തി കുഞ്ഞിപ്പൻ്റെ പാത്രത്തിലിട്ട് കൊടുത്തു. പിന്നെ ഫുഡും കൊടുത്തു. പൊന്നിസിനെ റെഡിയാക്കി കേട്ടോ. കുഞ്ഞിപ്പണ്ണി ഇപ്പോൾ ഒരാഴ്ച ക്ലാസ്സിൽ പോയാൽ പിന്നെ ഒരാഴ്ച പോവില്ല. കാരണം ഒരാഴ്ച പോയതിൻ്റെ ക്ഷീണമായിരിക്കും. പനിയും ചുമ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ച ആയിരിക്കും. ഒരാഴ്ച ആശുപത്രിവാസമായിരിക്കും. അങ്ങനെ ഒരു ആശുപത്രിവാസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ക്ഷീണം അങ്ങ് തീർത്ത് മാറിയിട്ടില്ല. പിന്നെ 2-3 മണിക്കൂറല്ലേ എന്നോർത്തുകൊണ്ട് നമ്മൾ വിടുന്നതാണ്. പിന്നെ ഇന്ന് ചേട്ടായിക്ക് ഇച്ചിരി താമസിച്ച് പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ചാണ് പോയേക്കണം. ഇന്ന് വണ്ടിക്ക് വരണ്ട, അച്ഛ കൊണ്ട് വിട്ടോളാന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. പൊന്നൂസിന് സ്റ്റഡി ടേബിൾ മേടിച്ചത് ഒത്തിരി ഗുണമായിട്ടോ. കാരണം കുഞ്ഞിപ്പണ്ണി എപ്പോഴും പടം വരയ്ക്കുകയോ കാര്യങ്ങളോ എന്തിനു ചെയ്താലും അതിൻ്റെ പൊക്കത്തിനും കാര്യത്തിനൊക്കെ അനുസരിച്ച് ഇങ്ങനെ വന്നിരിക്കണമെന്ന് തന്നെ അത് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് കുറച്ച് വെട്ടം കൂടുതൽ വേണ്ട. കാരണം ഞാൻ അവർ പോകുമ്പോൾ തന്നെ ഉള്ള വെട്ടമൊക്കെ ഇട്ട് ജനലൊക്കെ തുറന്നിടും. പിന്നെ നമ്മുടെ പൊറോട്ട റബ്ബർ ബാൻഡ് പോലെ ഇരിക്കണതുകൊണ്ട് കുറച്ച് വലിച്ച് പറിച്ചൊക്കെ ഇട്ട് ഇച്ചിരി എന്തെങ്കിലും കുതിർത്തിയിട്ടൊക്കെ വേണം കഴിക്കാൻ. റബ്ബർ പോലെ ഇരിക്കുമെന്ന്. പിന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞാൻ എൻ്റെ പണിയൊക്കെ തുടങ്ങി കേട്ടോ.